ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് നമ്മുടെ വീട്ടിൽ മാവിൻ്റെ ചുവട്ടിൽ നിറയെ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്ന് വെച്ചാൽ നാടൻ മാങ്ങയാണ്, നല്ല മധുരമുണ്ട്. ചെറിയ മാങ്ങകളാണ്, പക്ഷെ നല്ല മധുരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് കുറേ കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു റെസിപ്പി ഉണ്ടാക്കാം. അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ഒരു റെസിപ്പി ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മാങ്ങ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ മാങ്ങ നമുക്ക് നന്നായിട്ട് കഴുകണം കേട്ടോ, കാരണം ഇന്നലെ ഒരു മഴ ചാറിയതുമായിട്ട് മണ്ണ് നല്ലോണം ഉണ്ട് മാങ്ങമ്മൽ. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായി കഴുകിയിട്ടുണ്ട് കേട്ടോ, കഴുകിയെടുത്തു. ഇനി നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. അപ്പോൾ ഗൈസ്, ഞാനിത് വെച്ചിട്ടൊരു പുഡിങ് ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിക്കണേ. കുറേ ആയിട്ടുണ്ട് മക്കളൊക്കെ പുഡിങ്ങിന് പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ നല്ലൊരു മാങ്ങ കിട്ടിയതല്ലേ, അതായത് നമ്മളെ വീട്ടിലുള്ള മാങ്ങ, എനിക്ക് കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഓരോന്നും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിത് മിക്സിയിൽ അടിക്കണമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് നാടൻ മാങ്ങ ആയതുകൊണ്ട് തന്നെ ഇതിൽ നല്ലോണം നീരാണ് ഉണ്ടാവുക, അതായത് കാമ്പ് കമ്മിയായിരിക്കും, കുറവായിരിക്കും, പക്ഷേ നീര് നല്ലോണം ഉണ്ടാവും കേട്ടോ. അതും ഭയങ്കര സ്വീറ്റുമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ പഞ്ചസാരൻ്റെ കളവ് വളരെ കുറച്ച് മതി. പിന്നെ നിങ്ങൾ ഏത് മാങ്ങ എടുത്ത് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഓരോ മാങ്ങയും കട്ട് ചെയ്തെടുത്ത് ഓരോ മാങ്ങ എടുത്തിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അരിപ്പയും ഒരു പാത്രം എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ അരിപ്പയിലോട്ട് ഓരോ മാങ്ങയിട്ട് കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് പിഴിഞ്ഞെടുക്കണം. നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ ഉദ്ദേശിച്ച ഒരു ടേസ്റ്റ് ഇതൊന്നും കിട്ടില്ല, കാരണം ആ തൊലിയും ഒക്കെ പാടെ അരഞ്ഞ് വരുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് എങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ, ഇങ്ങനെ കൈകൊണ്ട് നന്നായി നമ്മൾ അമർത്തി അമർത്തി പിഴിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ ചിലർ വിചാരിക്കും ഇവർക്ക് എന്താ വൃത്തിയില്ലല്ലോ, കൈകൊണ്ടാണല്ലോ ചെയ്യണമെന്നൊക്കെ, അങ്ങനെയൊക്കെ വിചാരിക്കണവരുണ്ടെങ്കിൽ കൈകൊണ്ട് ചെയ്യേണ്ട സംഭവം കൈകൊണ്ട് തന്നെ ചെയ്യേണ്ട ഗൈസ്. അപ്പം പിന്നെ അതിൽ വേറെ എന്ത് ഉപയോഗിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. ഉണ്ടാക്കിയിട്ട് എന്താണ് എന്നും അറിയിക്കണം കേട്ടോ. അപ്പം നല്ലതുപോലെ ഇത് പ്രസ് ചെയ്ത് പിഴിഞ്ഞ് ഓരോ മാങ്ങയും ഇതുപോലെ ചെയ്തെടുക്കണം. ഇതുപോലെ ആകുമ്പോൾ എന്താ പറയുക, മാങ്ങയൊക്കെ നിലത്ത് വീണ് മാങ്ങേൻ്റെ ഉള്ളിൽ കല്ലോ മുള്ളൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മളെ ഭക്ഷണത്തിലാവില്ല, ഈ അരിപ്പയിൽ അടഞ്ഞിരിക്കും ചെയ്യുമല്ലോ. ഇനിയിപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ആ വേസ്റ്റൊന്നും നമുക്ക് ആവശ്യമില്ല. ഇത് നന്നായിട്ട് നമുക്ക് അതായത് അതിൻ്റെ കാമ്പൊക്കെ നമ്മൾ ആ അരിപ്പയിലാണ് ഇപ്പോൾ കിടക്കണത്, അതും ഒന്നും കൂടി ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് പിഴിഞ്ഞാൽ മാത്രമേ താഴേക്ക് അതിൻ്റെ നീര് സംഭവങ്ങളൊക്കെ ഇറങ്ങുള്ളൂ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളത്തിൽ ഇത് നന്നായിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ച ശേഷം നല്ലോണം അമർത്തി കൊടുത്താൽ അതിൻ്റെ ജ്യൂസൊക്കെ താഴേക്ക് ഇറങ്ങിക്കോളും. അപ്പോൾ നമുക്ക് ഈ ചണ്ടി വേറെ ആയിട്ട് കിട്ടും, ആ ചണ്ടി നമുക്ക് ആവശ്യമില്ല കേട്ടോ. അങ്ങനെ പിഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ ചണ്ടി വേറെ നീര് വേറെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചണ്ടി നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് വേസ്റ്റ് കളയാം. നീര് മാത്രമാണ് നമുക്ക് ആവശ്യം കേട്ടോ. നീരിലേക്ക് ഇനി നമുക്ക് എത്രത്തോളം ഷുഗർ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇടുക കേട്ടോ. ഞാൻ വെറും 2 സ്പൂൺ ഇട്ടത്. ഒന്നാമത് വെച്ചാൽ ഇവിടെ ആർക്കും ഷുഗർ വലിയ ഇഷ്ടമല്ല. അത് മാത്രമല്ല ഇത് നാടൻ മാങ്ങയായതുകൊണ്ട് നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെറും 2 സ്പൂണ് പഞ്ചസാര മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ആ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മതി കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കട്ടോ. ഇതിലോട്ട് ഒഴിച്ച ശേഷം മാത്രം നിങ്ങൾ തീ കത്തിച്ചാൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അത് അവിടെ കിടന്ന് തിളക്കട്ടെ കേട്ടോ. നിങ്ങളുടെ വീട്ടിലെ മാങ്ങയൊക്കെ നല്ല നീരുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വെള്ളം ചേർക്കാതെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നീരെടുക്കുക. പക്ഷേ എനിക്കിത് വെള്ളം ചേർക്കാതെ നീര് കിട്ടില്ല, അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നീരെടുത്തത് കേട്ടോ. അധികം വെള്ളമായി പോയാലും നമ്മൾ കുറേ സമയം ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇനിയിപ്പോൾ അതവിടെ കിടന്ന് തിളക്കുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഒരു പരിപാടി ഉണ്ട്. ഒരു 5 സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഉണ്ടാവും ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ അതെല്ലാം വെച്ചെങ്കിൽ ഗോതമ്പ് പൊടിയോ മൈദ ഏതും എടുക്കുക കേട്ടോ. ഞാനിവിടെ അരിപ്പൊടി ഉണ്ടായപ്പം അതെടുത്തു, എനിക്ക് ഏറ്റവും നല്ലത് അതാണെന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ അരിപ്പൊടി എടുത്തത്. അതൊരു 5 സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ നമ്മൾ മാങ്ങ പിഴിഞ്ഞ് വെച്ച അതേ ബൗളിൽ തന്നെയാണ് കേട്ടോ ഇതും സെറ്റാക്കിയിട്ടുള്ളത്. ആ ബൗൾ കഴുകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, മാങ്ങയല്ലേ നമ്മൾ ഒഴിച്ചതല്ലേ, വേറെ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതിൽ തന്നെയാണ് ഇതും മിക്സ് ചെയ്തെടുക്കണത്. നമുക്കിതൊരു പേസ്റ്റ് പോലെയാണ് കിട്ടുക, അപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമ്മളെ തീമൽ വെച്ചത് എന്തായി എന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളക്കുന്നുണ്ട് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാൻ പാടില്ല.
അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അതവിടെ ചെറിയ തീയിൽ അവിടെ തിളച്ചുകൊണ്ടിരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള ബൗള് ശരിയാക്കി എടുക്കണം കേട്ടോ. ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബൗളാണ് എടുത്തത്. നിങ്ങൾ കഴിയുന്നതും ഗ്ലാസ്സോ സ്റ്റീലോ അലൂമിനിയോ ഒക്കെ എടുക്കട്ടോ. ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ ബൗൾ എടുക്കരുത്. എൻ്റെ അടുത്ത് വേറെ ബൗൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ അതിൻ്റെ ഉള്ളിൽ ബട്ടർ പേപ്പർ വെക്കുന്നുണ്ട്. എങ്കിലും സേഫ്റ്റി അല്ലല്ലോ, നിങ്ങൾ സൂക്ഷിക്കുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്ത ശേഷം നമുക്കത് മാറ്റി വെക്കാം. വീണ്ടും നമ്മൾ അടുപ്പിൽ വെച്ച് എന്തായി നോക്കാം. അപ്പോൾ അത് നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഈ സമയത്ത് നമുക്ക് ഒരു പരിപാടി ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ സംഭവം ഉണ്ടല്ലോ, അതായത് അരിപ്പൊടി പച്ചവെള്ളം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അത് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ ഒരു പക്ഷേ ഇത് കട്ട കുത്താൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇട്ട പാടെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ 2-3 പ്രാവശ്യമാക്കിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അരിപ്പൊടി നമ്മൾ ചേർക്കുന്ന ആ സമയം മുതൽ തന്നെ നമുക്കിത് മനസ്സിലാവും കുറുകി വരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. 10 മിനിറ്റോളം നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു രൂപത്തിലായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് നമുക്ക് തീ ഓഫ് ചെയ്യേണ്ടത് കേട്ടോ. അതായത് ഏകദേശം ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരുന്നൊരു സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യണം. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നമ്മളെ കടിച്ചാ പറിച്ച് ആ ഒരു ഇതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ ഒന്നും കൂടി നല്ലോണം ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. പക്ഷേ ഞാൻ പുഡിങ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിലെത്തിയപ്പോൾ ഓഫാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് അടുപ്പിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വീണ്ടും ഞാൻ പറയണ ഗൈസ്, ചൂടുള്ളത് ഒരിക്കലും നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഞാനിതിൽ ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ഇതിൽ ഒഴിച്ചത് കേട്ടോ. അങ്ങനെ മൊത്തമായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കത് ഒന്ന് തട്ടി കൊടുത്തിട്ട് ലെവൽ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ട്രേ ഒന്ന് തട്ടി കൊടുത്തിട്ട് ഇത് ലെവൽ ചെയ്തെടുക്കണം കേട്ടോ. ഗൈസ്, നിങ്ങൾ ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രം ഉപയോഗിക്കരുത്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ബട്ടർ പേപ്പറിലാണ് ഇപ്പോൾ ഇത് ഒതുങ്ങി നിൽക്കുന്നത്. പ്ലാസ്റ്റിക്കിൽ ഒരിക്കലും പിടിച്ചിട്ടില്ല. എങ്കിലും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല കേട്ടോ പ്ലാസ്റ്റിക്. ചൂടുള്ളതൊന്നും പ്ലാസ്റ്റിക് പാത്രത്തിൽ ഒഴിക്കുന്നത്. അതൊക്കെ പാത്രത്തിൽ ഒഴിച്ച് ഞാൻ ലെവൽ ചെയ്യുന്ന സമയം ഇവിടെ ബാക്കിൽ നിന്ന് ഒരാൾ ചെയ്യുന്ന പണിയാണ് കേട്ടോ ഇത്. അതായത് ഈ പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ചിട്ടുള്ള സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. അതായത് ഏകദേശം ഇത് അടിയിൽ പിടിച്ചിട്ടുണ്ട് എന്നാൽ പിടിച്ചിട്ടില്ല, ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ബാക്കിൽ നിന്ന് ഇത് സ്പൂൺ കൊണ്ട് ചിരടി എടുത്തിട്ട് തിന്നുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ ഞാനിതൊരു 6 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടോ. ഫ്രിഡ്ജിലല്ല, പുറത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ശേഷം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഏകദേശം നമ്മൾ വൈകുന്നേരമാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. പക്ഷേ അടിയിൽ കുറച്ചൊക്കെ ഒന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലെവലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് പുഡിങ്ങിൻ്റെ ആ ഒരു ലെവലൊക്കെ എത്തിയിട്ടുണ്ട്. ഉപ്പാക്കും മക്കൾക്കും എനിക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. പിന്നെ ഉമ്മാക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. അതായത് ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് ഒന്നാമത് മധുരമില്ലതുകൊണ്ടാണ് കേട്ടോ. ഉമ്മ മധുരമില്ലതൊന്നും കഴിക്കാറില്ല. ഉമ്മാക്ക് ഷുഗർ പേഷ്യൻ്റാണ്, അതുകൊണ്ട് മധുരമില്ലൊന്നും കഴിക്കാറില്ല. പിന്നെ നമ്മൾ ആ പുഡിങ്ങിൻ്റെ ആ ഒരു ലെവലൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ കയ്യിൽ പിടിച്ചിങ്ങനെ ഇളക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒക്കെ ബൈ ബൈ.